എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8-ലെ NCERT ഹിന്ദി വസന്ത് എന്ന പുസ്തകത്തിലെ 5th ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ചിട്ടിയോं की अनूठी दुनिया. ഇത് എഴുതിയിരിക്കുന്നത് അരവിന്ദ് കുമാർ സിംഗ് ആണ്. അപ്പോൾ ഇതിൽ കൂടി റൈറ്റർ പറയുന്നത് മെയിനായിട്ടും ലെറ്റേഴ്സ് ഉണ്ടായിരുന്ന സമയത്തുള്ള ആ കാലവും ലെറ്റേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെയാണ് പറയുന്നത്. അത് എത്രത്തോളം നമ്മുടെ ലൈഫിൽ എഫക്റ്റീവായിരുന്നു, നമ്മുടെ ലൈഫിന് എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ലെറ്റർ കൊണ്ടുണ്ടായത്, അതൊക്കെയാണ് ഇതിൽ കൂടി പറയുന്നത്. അപ്പോൾ നമുക്കിനി ലെസൺ നോക്കാം. ചിട്ടിയോं की अनूठी दुनिया. അനൂഠി എന്ന് വെച്ചാൽ യൂണിക്കായിട്ടുള്ളത്. യൂണിക്കായിട്ടുള്ളത് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, വിചിത്രമായിട്ടുള്ളത് അനോഖ എന്നും പറയും, ഹിന്ദിയിൽ അനോഖ എന്നും പറയാം. അപ്പോൾ ആ ലെറ്റേഴ്സിൻ്റെ അങ്ങനൊരു യൂണിക്കായിട്ടുള്ള വേറൊരു ലോകം, അതിനെ പറ്റിയിട്ടാണ് ചാപ്റ്റർ. പത്ര, ചിട്ടി, പിന്നെ ഖത്ത് എല്ലാം ലെറ്ററിൻ്റെ മീനിങ്സ് തന്നെയാണ് കേട്ടോ. पत्रों की दुनिया भी अजीब व गरीब है और उसकी उपयोगिता हमेशा से बनी रही है. ലെറ്റേഴ്സിൻ്റെ ലോകം, പത്രോं की दुनिया, ലെറ്റേഴ്സിൻ്റെ ലോകവും അജീബോ ഗരീബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിചിത്രമായിട്ടുള്ളതാണ്. ഓർ ഉസ്കി ഉപയോഗിത ഹമേഷാ സെ ബനി രഹി ഹെ, നമുക്കതിൻ്റെ ഉപയോഗം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നു. पत्र जो काम कर सकते हैं वह संचार का आधुनिकतम साधन नहीं कर सकता है. ലെറ്റേഴ്സ് എന്ത് പണി ചെയ്യാൻ പറ്റുമോ, നമുക്ക് ലെറ്റേഴ്സിൽ കൂടിയിട്ട് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടോ അത് സഞ്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ്റെ സാധനങ്ങളൊന്നും പറഞ്ഞാൽ ആധുനികത, മോഡേൺ, ഇന്നത്തെ ഈ മോഡേൺ കമ്മ്യൂണിക്കേഷനിൽ വേറൊരു കാര്യവും അതുപോലെ നമുക്കുള്ള യൂസ്ഫുൾ അല്ല, അതുപോലെ ആ കാര്യം നമുക്ക് ചെയ്തു കാണിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പത്ര ജൈസാ സന്തോഷ് യാ SMS കാ സന്ദേശ് കഹാ ദേ സക്താ ഹെ. അങ്ങനെ എന്തുകൊണ്ടാണ് പറയണത്? കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു വിലയില്ല അല്ലേ. നമുക്ക് എത്ര വേണോ ഫോൺ ചെയ്യുക, എത്ര വേണോ SMS ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ അത്രയ്ക്ക് സ്പെഷ്യലായിട്ട് ലെറ്ററിനെ പറയുന്നത് കേട്ടോ. പത്ര ജൈസാ സന്തോഷ്, ലെറ്റർ കിട്ടുമ്പോൾ ഉള്ള അതുപോലുള്ളൊരു സന്തോഷം ഫോൺ യാ SMS കാ സന്ദേശ് കഹാ ദേ സക്താ ഹെ. ഫോണിലോ SMS-ലോ നമുക്ക് ആ മെസ്സേജ് അത്രയ്ക്ക് സന്തോഷം എവിടെ നിന്ന് കിട്ടാനാണ്, ലെറ്ററിൽ കിട്ടുന്ന സന്തോഷം എങ്ങനെ കിട്ടാനാണ് എന്നാണ് പറയുന്നത്. പത്ര एक नया सिलसिला शुरू करते हैं और राजनीति, साहित्य तथा कला के क्षेत्र में तमाम विवाद और नई घटनाओं की जड़ भी पत्र ही होते हैं. एक नया सिलसिला शुरू करते हैं. നയാ സിൽസില എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിൽസില പറഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ. അപ്പോൾ ലെറ്റർ എന്താ വെച്ചാൽ അതൊരു കണ്ടിന്യൂഷനാണ്. പിന്നെ അത് മാത്രമല്ല, രാജനീതി, പൊളിറ്റിക്സ്, സാഹിത്യ, ലിറ്ററേച്ചർ തഥാ കല എന്ന് പറഞ്ഞാൽ ആർട്ട് കെ ക്ഷേത്രവും, ഈ എല്ലാ ഫീൽഡിലും ലെറ്റേഴ്സ്, പൊളിറ്റിക്സ്, ലിറ്ററേച്ചർ, ആർട്ട്, ഈ എല്ലാ ക്ഷേത്രങ്ങളിലും, എല്ലാ ഫീൽഡിലും തമാം വിവാദ് ഓർ നയി ഘട്ടനാവും की जड़ भी पत्र ही होते हैं. പുതിയ തമാം എന്ന് പറഞ്ഞാൽ എല്ലാ വിവാദങ്ങളും, പിന്നെ പുതിയ ഇൻസിഡൻസ്, നയി ഘട്ടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവങ്ങൾ, ഇൻസിഡൻസ്, അതിൻ്റെയും കാരണങ്ങൾ എന്താണ്? ലെറ്റേഴ്സ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്സ് ആണെങ്കിലും സാഹിത്യമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് ബുക്സ് ഉണ്ട് അല്ലേ. അത് പണ്ടത്തെ പൊളിറ്റീഷ്യൻസോ അതല്ലെന്നുണ്ടെങ്കിൽ ഇതായിട്ടുള്ള ആൾക്കാരോ എഴുതിയിരുന്ന ലെറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ബുക്സൊക്കെ ഇപ്പോഴുണ്ട്. അപ്പോൾ അതൊക്കെ സാഹിത്യറ്റിക്സ് റിലേറ്റഡ് ആയിട്ടും ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ലെറ്റർ എന്ന് പറയുന്നത്. दुनिया का तमाम साहित्य पत्रों पर केंद्रित है. मानव सभ्यता के विकास में इन पत्रों ने अनूठी भूमिका निभाई है. दुनिया के तमाम साहित्य, ലോകത്തിലുള്ള സകല സാഹിത്യങ്ങളും പത്രോം പർ കേന്ദ്രിത്, ലെറ്റേഴ്സിൽ ഫോക്കസ്ഡ് ആണ് എന്ന് പറയുന്നത്. ഇതേ തന്നെയാണ് കാരണം. പറഞ്ഞില്ലേ, പണ്ടുണ്ടായിരുന്ന ആൾക്കാർ എഴുതിയ ലെറ്റേഴ്സിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരുപാട് ബുക്സും ഒരുപാട് അറിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാവരുടെയും സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഓർ മാനവ സഭ്യത കെ വികാസ് മേ ഇൻ പത്രോ ने अनूठी भूमिका നിഭായി ഹെ. അങ്ങനെ മനുഷ്യൻ്റെ സഭ്യത പറഞ്ഞാൽ കൾച്ചർ, അങ്ങനെ കൾച്ചറിൻ്റെ വികാസത്തിലും ഈ ലെറ്റേഴ്സ് വളരെ വലിയ റോളാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഭൂമിക എന്ന് പറഞ്ഞാൽ റോൾ, നിഭായി ഹെ, നിഭാന പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലേഡ് എ ബിഗ് റോൾ ബൈ അനൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിചിത്രമായിട്ടുള്ള, വളരെ യൂണിക്കായിട്ടുള്ള റോളാണ് പ്ലേ ചെയ്തിരിക്കുന്നത്.
പത്രോं കാ ഭാവ് സബ് ജഗ ഏക് സാ ഹൈ. പത്രത്തിൻ്റെ ലെറ്റേഴ്സിൻ്റെ മൂല്യം എല്ലാവിടെയും ഒരുപോലെ തന്നെയാണ്, എല്ലാ സ്ഥലങ്ങളിലും. ഭലെ ഹി ഉസ്കാ നാം അലഗ് അലഗ് ഹോ. അതിൻ്റെ പേര് വേറെ വേറെയാണെന്നുണ്ടെങ്കിലും പറഞ്ഞ ലെറ്റേഴ്സിന് ഓരോ സ്ഥലത്ത് ഓരോരോ പേരാണ് പറയുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ മൂല്യം ഒരുപോലെ തന്നെയാണ്. पत्र को उर्दू में खत, संस्कृत में पत्र, कन्नड़ में कागज, तेलुगु में उत्तरम, जाबू और लेख तथा तमिल में कड़ित कहा जाता है. അപ്പോൾ പത്രത്തിന് ലെറ്റേഴ്സിന് എന്തൊക്കെയാണ്? ഉറുദുവിൽ ഖത്ത് എന്ന് പറയും, സംസ്കൃതത്തിൽ പത്ര എന്ന് പറയും, കന്നഡത്തിൽ കാഗത് എന്ന് പറയും, തെലുഗുവിൽ ഉത്തരം, ജാബു, പിന്നെ ലേഖ എന്നൊക്കെ പറയും, പിന്നെ തമിഴിൽ കടിത് എന്ന് പറയും. അപ്പോൾ ഓരോ ഭാഷയിൽ എന്തൊക്കെയാണ് പറയാന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പത്ര യാദോं को सहेज कर रखते हैं. അപ്പോൾ ലെറ്റേഴ്സ് നമ്മുടെ ഓർമ്മകളെ സഹേജ് കർ രഖ്തേ ഹെ, അത് സുരക്ഷമായി ഭയങ്കര നന്നായി സൂക്ഷിച്ചു വെക്കുന്നു നമ്മളുടെ ഓർമ്മകളെ, അല്ലേ? നമ്മൾ എടുത്തു വെക്കാറൊക്കെ ഉണ്ട് ലെറ്റേഴ്സൊക്കെ ഒരുപാട് പേര്. അതാ പറയുന്നത്. ഇസ്മേ കിസി കോ കോയി സന്ദേഹ നഹീ ഹെ. അതിലാർക്കും ഒരു ഡൗട്ടും ഇല്ല. ഹർ एक की अपनी पत्र लेखन कला है और हर एक के पत्रों का अपना दायरा. ഹർ ഏക്ക് അപ്നി പത്രലേഖൻ കല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള എഴുതണ ആ ഒരു പിന്നെ സ്റ്റൈലുണ്ട്, അല്ലേ? കല പറഞ്ഞാൽ അതൊരു ആർട്ടാണ്. എല്ലാവരും എഴുതുന്നത് ഒരുപോലെ ആയിരിക്കില്ലല്ലോ, എല്ലാവരും എഴുതുന്ന സെൻറ്റൻസ് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഒരുപാട് പേർക്ക് ഒരുപാട് നന്നായി എക്സ്പ്രസ് ചെയ്യാൻ അറിയാം, അല്ലേ? വാക്കുകളെ നന്നായി യൂസ് ചെയ്യാൻ അറിയാം, അതൊക്കെയാണ് പറയണത്. അപ്പോൾ ഹർ ഏക്ക് പത്രവും അപ്ന ധായര, അവരവരുടെ കാഴ്ചപ്പാട്, അവരവരുടെ ആ ഒരു സ്റ്റൈലുണ്ട്. ദുനിയാ ഭർ മേ റോജ് കരോടോ പത്ര ഏക് ദൂസരേക്ക് തലാഷ് തേ തമാം ഠിക്കാനോ തക് പहुँचते हैं. പറയണത് എന്താ വെച്ചാൽ ലോകത്തിൽ ദുനിയാഭർമേ റോജ് ഡെയിലി കരോടോ പത്ര കോടിക്കണക്കിന് ലെറ്റേഴ്സ് ഏക് ദൂസരേക്കോ തലാഷ്തേ, ഒരാളെ ഇനി ഒന്നിനെ പറഞ്ഞാൽ ഓരോരുത്തരെ തലാശന എന്ന് പറഞ്ഞാൽ ഢൂണ്ടന, തിരയുക, ഇൻ സെർച്ച് ഓഫ്, തിരഞ്ഞ് തമാം എല്ലാ ഠിക്കാനോ തക് പहुँचाते हैं. ഠിക്കാന എന്ന് പറഞ്ഞാൽ അത് എവിടെ എത്തണ്ട് ആ സ്ഥലത്ത് അതുവരെ എത്തിക്കും എന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് കത്തുകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തു നിന്ന് എത്തുന്നുണ്ട് ഓരോ ദിവസവും എന്നാണ് പറയുന്നത്. ദായര മീനിങ് വിട്ടുപോയിട്ടാ പറഞ്ഞാൽ അവരവരുടെ ഫീൽഡ് അനുസരിച്ച്, അവരവരുടെ സ്കോപ്പ് അനുസരിച്ചിട്ട് പിന്നെ ആയിരിക്കും ലെറ്റേഴ്സിൻ്റെ ലാംഗ്വേജ്, അതാ പറയണത്. भारत में ही रोज़ चिट्ठियाँ डाक में जो साबित करती है कि पत्र कितनी अहमियत रखते हैं. നമ്മുടെ ഭാരതത്തിൽ തന്നെ ഡെയിലി 4.5 കരോട് 4.5 കോടി ലെറ്റേഴ്സാണ് പോസ്റ്റിൽ ഇടുന്നത് ഒരു ദിവസം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ജോ സാബിത് കർത്തി ഹെ, അത് പ്രൂവ് ചെയ്യുന്നത് എന്താ വെച്ചാൽ കി പത്ര കിത്നി അഹമിയത്ത് രഖ്തേ ഹെ. നമുക്ക് ലെറ്റേഴ്സ് എത്രത്തോളം അഹമിയത്ത്, എത്രത്തോളം മഹത്വമാണ് ലെറ്റേഴ്സിൻ്റെ എന്നുള്ളതായിന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. पंडित जवाहरलाल नेहरू ने सन 1953 में सही ही कहा था कि हज़ारों सालों तक संचार का साधन केवल हरकारे या फिर तेज घोड़े रहे हैं. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1953 പറഞ്ഞിട്ടുണ്ടായിരുന്നു, സഹിഹി കഹാത്ത, കറക്റ്റായിരുന്നു പറഞ്ഞത്. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹസാരോ സാൽ തക്, 1000 വർഷങ്ങളോളം സഞ്ചാർ കാ സാധൻ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് ഓഫ് കമ്മ്യൂണിക്കാർ കാ സാധൻ എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സഞ്ചാർ എന്ന് മാത്രം പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, സാധൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസോഴ്സ് എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് കേവൽ ഹർക്കാരെ, റണ്ണേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വളരെ സ്പീഡിൽ പോയി കൊണ്ടു കൊടുക്കുന്നതാണ്. റണ്ണേഴ്സ് ഇംഗ്ലീഷ് വേർഡ്, അതൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആയിരുന്നു 1000 വർഷങ്ങളോളം അങ്ങനെ തന്നെയായിരുന്നു. യ ഫിർ തേജ് ഘോഡേ രഹേ ഹെ, അല്ലാന്നുണ്ടെങ്കിലോ വളരെ സ്പീഡിൽ ഓടുന്ന പിന്നെ പോകുന്ന ഘോഡ, കുതിരകളായിരുന്നു മെയിനായിട്ടും. അതായിരുന്നു നമ്മൾ ലെറ്റേഴ്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഉസ്കെ ബാദ് പയ്യെ ആയ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീല് കണ്ടുപിടിച്ചത്. പയ്യ എന്ന് പറഞ്ഞാൽ വീൽ, ചക്രം കണ്ടുപിടിച്ചത് അതിന് ശേഷമായിരുന്നു. पर റെയിൽവേ ഓർ താർ സേ ഭാരി ബദലാവ് ആയ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? റെയിൽവേയും പിന്നെ റെയിൽവേ ട്രെയിൻ വന്നതോടുകൂടി പിന്നെ അത് കഴിഞ്ഞിട്ട് താർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലിഗ്രാം എന്ന് പറയില്ലേ, അതിനാണ് താർ എന്ന് പറയുക. അതൊക്കെ വന്നത് പിന്നെ വളരെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, അതെല്ലാം വന്നതിൻ്റെ ശേഷം.
तार ने रेलों से भी तेज गति से संवाद पहुंचाने का सिलसिला शुरू किया. അപ്പോൾ റെയിൽവേ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 മണിക്കൂറും 24 മണിക്കൂറും ഒക്കെ ആവും. പക്ഷേങ്കിൽ ഈ ടെലിഗ്രാമിൽ കൂടിയിട്ട് ടെലിഗ്രാമിൽ കൂടിയിട്ട് ട്രെയിനിനെക്കാട്ടിലും കൂടുതൽ സമയം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ സ്പീഡിൽ പിന്നെ കാര്യങ്ങൾ നമുക്ക് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ പहुंचाने का सिलसिला शुरू किया. അങ്ങനൊരു अब ടെലിഫോൺ വയർലെസ് ഓർ ആകെ റഡാർ ദുനിയ ബദൽ റഹാ ഹെ. ഇപ്പം എന്താണ്, അതൊക്കെ മാറി. ഇപ്പം അതും എല്ലാം പോയി. ഇപ്പോൾ ടെലിഫോൺ ഉണ്ട്, വയർലെസ് ഉണ്ട് അല്ലേ, ഈ മൊബൈൽ ഇതെല്ലാം വയർലെസ് എന്നല്ലേ, റഡാർ ഇതെല്ലാം ഇപ്പം നമ്മളെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. पिछली शताब्दी में पत्र लेखन ने एक कला का रूप ले लिया है. അപ്പോൾ കഴിഞ്ഞ ശതാബ്ദിയിൽ എന്താ പറയുന്നത്, പത്രലേഖൻ ലെറ്റർ എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു കലയായിരുന്നു. അതൊരു വലിയ ആർട്ടായിരുന്നു സത്യത്തിൽ. എല്ലാവരെ കൊണ്ടൊന്നും നന്നായിട്ട് എഴുതാൻ പറ്റില്ല. എഴുതും, നമ്മൾ വേണ്ട കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും. പക്ഷേങ്കിൽ എന്നാലും വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരും എഴുതണതിൽ വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ढाक व्यवस्था के सुधार के साथ पत्रों को सही दिशा देने के लिए विशेष प्रयास किए गए. ढाक व्यवस्था പറഞ്ഞാൽ പോസ്റ്റൽ സിസ്റ്റം. അപ്പോൾ ഈ പോസ്റ്റൽ സിസ്റ്റം ഇതിൻ്റെ സുധാർ കെ ബാദ് പറഞ്ഞാൽ അതിൽ കുറേ കൂടി പുരോഗതി വെച്ചുകൊണ്ട് പത്രോക്കോ സഹി ദിശ ദേനെ കെ ലിയെ, അപ്പോൾ ലെറ്റേഴ്സ് എല്ലാം കറക്റ്റ് വേണ്ട സ്ഥലത്ത് എത്തിക്കാനുള്ള പിന്നെ ബന്ധവസ്ഥകൾ അങ്ങനത്തുള്ള അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തു അതിൻ്റെ ശേഷം. അത് കഴിഞ്ഞിട്ട് പത്ത് സംസ്കൃതി വികസിത് करने के लिए സ്കൂളി പാഠ്യക്രമോं में പത്ര ലേഖൻ का विषय भी शामिल किया. അപ്പം പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്, സംസ്കൃതി വികസിത് करने के लिए പറഞ്ഞാൽ ഈ ലെറ്റേഴ്സ് എഴുതാനുള്ള എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ അറിയാൻ വേണ്ടിയിട്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്ത്, സ്കൂളിൻ്റെ പാഠ്യക്രമം സിലബസിൽ പത്രലേഖൻ ലെറ്റർ റൈറ്റിങ്ങും കൂടിയിട്ട് ആ സിലബസിൽ ഉൾപ്പെടുത്തി. വിഷയ് ബി ഷാമിൽ കിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾപ്പെടുത്തുക, അക്കമഡേറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് എല്ലാവർക്കും ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ലെറ്റർ റൈറ്റിംഗ് സിലബസിൽ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഭാരത് ഹി നഹി ദുനിയ കെ കയി ദേശോ മേ യേ പ്രയാസ് ലേ. ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലെ വേറെ കുറേ രാജ്യങ്ങളിൽ ഇതുപോലത്തുള്ള പ്രാക്ടീസ് ഇത് നടന്നുകൊണ്ടിരുന്നു. ഇതുപോലത്തുള്ള എഫേർട്സ് ഇട്ടുകൊണ്ടിരുന്നു. ലെറ്റേഴ്സ് കറക്റ്റായിട്ട് എല്ലാവിടെയും എത്താൻ വേണ്ടിയിട്ടുള്ള. और विश्व डाक संघ ने अपनी ओर से भी काफ़ी प्रयास किए. വിശ്വ ഡാക് സംഘ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനെ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്ന് പറയും കേട്ടോ. UPU യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. അപ്പോൾ അവരും എന്താ ചെയ്തത്, ഇതിനു വേണ്ടി അപ്നി ഓർ സേ അവരുടെ കാഫി പ്രയാസ് കിയെ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ശരിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അവരും ഒരുപാട് പ്രയത്നിച്ചു. विश्व डाक संघ की ओर से 16 वर्ष से कम आयु वर्ग के बच्चों के लिए पत्र लेखन प्रतियोगिताएं आयोजित करने का सिलसिला सन 1972 से शुरू किया गया. പിന്നെ ഈ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ഇവരെന്താ ചെയ്തത്, അവരുടെ സൈഡിൽ നിന്ന് 16 ഇയേഴ്സിൻ്റെ കാട്ടിലും കുറഞ്ഞ വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പത്രലേഖൻ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷൻ, പ്രതിയോഗിത എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ, അതും അവർ ഓർഗനൈസ് ചെയ്തു. ആയോജിത് കർണ എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അതിനാണ് ആയോജിത് കർണ എന്ന് പറയുക. അപ്പോൾ 16 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലെറ്റർ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് എല്ലാം അവർ അറേഞ്ച് ചെയ്തു. അത് എപ്പോഴാണ്, സൺ 1972 1972 से शुरू किया. അപ്പം തൊട്ടിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. यह सही है कि खास तौर पर बड़े शहरों और महानगरों में संचार साधनों के तेज विकास तथा अन्य कारणों से पत्रों की आवाजाही प्रभावित हुई है. यह सही है. ഇത് ശരിയാണ്. എന്താണ്, ഖാസ് തോർ പർ എസ്പെഷ്യലി ബഡേ ഷെഹറോ ഓർ മഹാനഗരോ മേ, വലിയ സിറ്റികളിലും മഹാനഗരോ മേ അതന്നെ സിറ്റികളിലും ടൗണുകളിലൊക്കെ
സഞ്ചാർക്കി സാധനമൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ സാധനങ്ങൾ പിന്നെ അതിൻ്റെ തേജ് വികാസ് പിന്നെ അതിൻ്റെ ഏറ്റവും സ്പീഡിൽ അതിൻ്റെ പുരോഗതി ഉണ്ടായി പറഞ്ഞാൽ ബാക്കിയുള്ള വില്ലേജിനെ അപേക്ഷിച്ച് വലിയ വലിയ സിറ്റികളിൽ അത് വേഗം ഡെവലപ്പായി തഥാ അന്യ കാരണോസെ പത്രോങ്കി ആവാജാഹി പ്രഭാവിത് ഹുയി ഹെ പിന്നെന്താണ് ആവാജാഹി എന്ന് പറഞ്ഞാൽ ആന ജാന അതിൻ്റെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ കേട്ടോ അപ്പോൾ ലെറ്ററിൻ്റെ വരലും പോകലും ആന ജാന അതിലും അതിൻ്റെ ഉള്ള എഫക്റ്റും അതിൽ ആ സമയത്ത് കൂടുതലായിരുന്നു പർ ദേഹാത്തി ദുനിയ ആജ് ബി ചിട്ടിയോ സെ ഹി ചൽ റഹി ഹെ പക്ഷേ എന്നാലും എന്താണ് ഈ സിറ്റിയിൽ അധികം ഇല്ലാന്നുണ്ടെങ്കിലും കുറച്ച് ഗ്രാമീണ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ഈ ലെറ്ററുകളുടെ കാലങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോഴും അതെല്ലാം ഉണ്ട് फैक्स ईमेल टेलीफोन तथा मोबाइल ने चिट्ठियों की तेजी को रोका है പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്താണ് ആ ലെറ്ററിൻ്റെയൊക്കെ കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഫാക്സ് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല ഫാക്സ് മെഷീൻ ഉണ്ട് ഒരു അതിൽ നമ്മളൊരു പേപ്പർ പിന്നെ ഇട്ടിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതിയ ഡോക്യുമെൻ്റ് നമുക്ക് എവിടെയെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ എവിടേക്ക് അയക്കേണ്ടതെന്ന് വെച്ചാൽ ആ നമ്പർ ആ ഫാക്സ് നമ്പർ വാങ്ങിച്ചിട്ട് നമ്മളത് ആ മെഷീനിൽ ഇടുക എന്നിട്ട് ആ നമ്പർ അമർത്തിയാൽ അവിടെ നിന്നും അവരത് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് പോകും എവിടേക്ക് വേണം പോകും പറഞ്ഞാൽ ഏത് ലോകത്തിലെ ഏത് കോർണറിലേക്ക് വേണം പറഞ്ഞാൽ അവരുടെ അടുത്തും ഫാക്സ് നമ്പറും മെഷീനും ഉണ്ടാവണം അപ്പോൾ അത് പറഞ്ഞാൽ ആ പേപ്പർ പോവില്ല പേപ്പർ നമുക്ക് തിരിച്ചു വരും അതേ പ്രിൻ്റ് അവർക്ക് അവിടെ കിട്ടും അതാണ് ഫാക്സ് കേട്ടോ ഇമെയിൽ എല്ലാവർക്കും അറിയാം ടെലിഫോൺ എല്ലാവർക്കും അറിയാം മൊബൈൽ അറിയാം അപ്പോൾ ഇതെല്ലാം ആ ചിട്ടിയോങ്കി തേജിക്കോ റോക്കാഹെ പറഞ്ഞാൽ ആ ലെറ്ററിൻ്റെ വേഗതയൊക്കെ ഇത് കുറച്ചിട്ടുണ്ട് അല്ലേ പറഞ്ഞാൽ ഇതെല്ലാം വന്നതിൻ്റെ ശേഷം ലെറ്ററൊക്കെ കുറേ കുറഞ്ഞു പോയി पर വ്യാപാരിക് ടാക്ക് की संख्या लगातार बढ़ रही है വ്യാപാരിക് ടാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് മേഖലയിലെ ബിസിനസ് പിന്നെ ലെറ്റർ സിസ്റ്റം ഇപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഒഫീഷ്യലായിട്ടുള്ള ലെറ്റേഴ്സ് എല്ലാം ഇപ്പോഴും എന്താണ് ബൈ പോസ്റ്റ് തന്നെയാണ് അയക്കാറുള്ളത് അല്ലാണ്ട് നമ്മൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അതൊന്നും നമ്മളിപ്പോൾ ലെറ്ററൊന്നും ആരും അയക്കാറില്ല പക്ഷേ ബിസിനസ് ഫീൽഡിൽ ഇപ്പോഴും ഉണ്ട് जहाँ तक पत्रों का सवाल है अगर आप बारीकी से उसकी तरह में जाए तो आपको ऐसा कोई नहीं मिलेगा जिसने कभी किसी को पत्र न लिखा या न लिखाया हो या पत्रों को बेसब्री से जिसने इंतज़ार न किया हो जहाँ तक पत्रों का सवाल है നമ്മൾ ലെറ്റേഴ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അഗർ ആ ബാരിക്കി സെ ഉസ്കി തഹമേ ജായത്തോ പറഞ്ഞ ബാരിക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള വേർഡിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ തിന്നായിട്ടുള്ളത് പത്തല എന്ന് ഹിന്ദിയിൽ പറയും പത്തല പക്ഷേ ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗഹര എന്ന് പറയുക ഡീപ്പായിട്ട് ഇൻ ഡീറ്റെയിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തഹ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് അർത്ഥം ഗഹരായി ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആപ്കോ എസ കോയ് നെഹി മിലുക നിങ്ങൾക്ക് ഇങ്ങനെ ആരെയും കിട്ടില്ല എങ്ങനെ ജിസ്നെ കഭി കിസിക്കോ പത്രന ലിഖ നമ്മൾ ഇനി ഒരാൾക്ക് ഒരിക്കലും ലെറ്റർ എഴുതാത്ത ഒരു മനുഷ്യനെയും നമ്മൾക്ക് കിട്ടില്ല കാണാൻ പറ്റില്ല എന്നാ പറഞ്ഞാൽ ഈ ആയാഹോ അല്ലെങ്കിൽ എഴുതിപ്പിച്ചിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ എഴുതാനും വായിക്കാനും അറിയാത്തവർ മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിക്കും അല്ലാന്നുണ്ടെങ്കിൽ ലെറ്റർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കില്ല ആരെങ്കിലും ഹെൽപ്പ് എടുത്ത് വായിപ്പിക്കും എഴുതിപ്പിക്കുകയോ ചെയ്യില്ല അതുപോലെ നെയ് ലിഖായ ഹോ യാ പത്രോं का बेसब्री से जिसने इंतज़ार न किया हो ലെറ്റേഴ്സിൻ്റെ ബേസബ്രി പറഞ്ഞാൽ ക്ഷമയില്ലാതെ ഭയങ്കര അക്ഷമയോടെ ക്ഷമയില്ലാതെ ഇന്തസാർ ന കിയാ ഹോ കാത്തിരിക്കാത്തവർ ആരും ഇല്ല എന്നാണ് പറയുന്നത് പറഞ്ഞാൽ ലെറ്ററിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് അത് ഒരിക്കലെങ്കിലും ആർക്കെങ്കിലും ലെറ്റർ എഴുതിയതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ലെറ്റർ കിട്ടിയതോ അല്ലെങ്കിൽ എഴുതിപ്പിച്ചതോ വായിപ്പിച്ചതോ അല്ലാത്ത ആരും ഇല്ല എന്നാണ് പറയുന്നത് हमारे सैनिक तो पत्रों का जिस उत्सुकता से इंतज़ार करते हैं उसकी कोई मिसाल ही नहीं അപ്പം സൈനികരുടെ കാര്യമാണ് പറയുന്നത് അല്ലേ അതെന്താ സൈനികരുടെ കാര്യം പറയാൻ കാരണം അവർ ബോർഡറിലും പറഞ്ഞാൽ നമ്മൾ അധികം എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അവർക്ക് ലെറ്റേഴ്സ് മാത്രമാണ് അവർക്കുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ജിസ് ഉത്സുകതയെ ഇന്തജാർ കർത്തേ അവരെത്ര മാത്രം പിന്നെ ഉത്സുകതയിൽ കൂടിയാണോ ലെറ്ററിൻ്റെ പ്രതീക്ഷിക്കുന്നത് അതിന് പറഞ്ഞാൽ അത് പറയാനേ പറ്റില്ല എന്നാണ് പറയുന്നത് ഉസ്കി കോയി മിസാൽ ഹി നഹി അത് പറയാനേ പറ്റില്ല എന്നാണ് പറയുന്നത്
एक दौर था जब लोग പത്രോं का മഹീനോ इंतज़ार करते थे. ഒരു കാലം ഉണ്ടായിരുന്നു. എന്താണ്, ആൾക്കാർ ജനങ്ങൾ ലെറ്റേഴ്സിന് വേണ്ടിയിട്ട് മഹീനോ മാസങ്ങളോളം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. മാസങ്ങളോളം അതിൻ്റെ പ്രതീക്ഷ, ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. पर अब वह बात नहीं. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. പരിവഹൻ സാധനോക്കെ വികാസിനെ ദൂരി ബഹുത് ഘട്ടാ ദി ഹെ. പരിവഹൻ സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഉള്ള കാരണങ്ങൾ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ പുരോഗതി കൊണ്ട് നമ്മൾ ദൂരി ബഹുത് ഘട്ടാ ദി ഹെ, എത്ര ദൂരവും നമ്മളെ അടുപ്പിച്ചു. പറഞ്ഞാൽ നമ്മൾക്ക് ഒരു എത്ര ദൂരം ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് സമയം കൊണ്ട് അത് എത്തിപ്പെട്ടാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ തുടങ്ങി ലെറ്റേഴ്സ്. പെഹ്ലെ ലോഗോं के लिए संचार का इकलौता साधन चिट्ठी ही थी. പണ്ട് എന്താണ്, ജനങ്ങൾക്ക് സഞ്ചാർ കമ്മ്യൂണിക്കേഷനുള്ള ഇക്കലോത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു സാധനം ഏതായിരുന്നു? ചിട്ടി, ലെറ്റർ തന്നെ ആയിരുന്നു. पर आज और भी साधन विकसित हो चुके हैं. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് പുരോഗതികൾ വന്നിട്ടുണ്ട്. आज देश में ऐसे लोगों की कमी नहीं है जो अपने पुरखों की चिट्ठियों को सहेज और संजोकर विरासत के रूप में रखे हुए हो, या फिर बड़े बड़े लेखक, पत्रकारों, उद्यमी, कवि, प्रशासक, सन्यासी या किसान, इनकी पत्र रचनाएं अपने आप में अनुसंधान का विषय है. എന്താ പറയുന്നത്, ആജ് ദേശമേ, ഇന്ന് ലോകത്ത് ഏസി ലോഗോं की കമി नहीं, ഇതുപോലുള്ള ആൾക്കാരുടെ കുറവില്ല. എങ്ങനെയുള്ളവരുടെ? ജോ അപ്നെ പുർഖോं ചിട്ടിയോക്കോ, പുർഖോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുറകളായിട്ടുള്ള നമ്മളുടെ പണ്ടത്തെ ജനറേഷൻസ്, അപ്പോൾ പണ്ടത്തെ തലമുറകളായിട്ടുള്ള കത്തുകളെ സഹേജ് ഓർ സഞ്ജോക്കർ പറഞ്ഞാൽ, സഹേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ്, വളരെ സുരക്ഷിതമായിട്ട് വയ്ക്കുക. സഞ്ജോക്കർ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്, നല്ല കെയറോട് കൂടിയിട്ട് സുരക്ഷിതമായിട്ട് വയ്ക്കുക. അങ്ങനെ അതിനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള കത്തുകളെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ആൾക്കാർ എന്നാണ് പറയുന്നത്. വിരാസത് കെ രൂപമേ, വിരാസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ഉത്തരാധികാരി എന്ന് പറയില്ലേ, നമുക്ക് നമ്മളുടെ കഴിഞ്ഞ ജനറേഷനിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും, അപ്പോൾ അതുപോലെ നമ്മൾ കഴിഞ്ഞ ജനറേഷനിൽ കിട്ടിയ എന്തോ സാധനങ്ങൾ പോലെ നമ്മൾ കത്തുകളെ പിന്നെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. യാ ഫിർ ബഡെ ബഡെ ലേഖക്, പത്രക്കാർ, അല്ലെങ്കിലോ വലിയ റൈറ്റേഴ്സ്, പത്രക്കാർ, ജേർണലിസ്റ്റ്, ഉദ്യമി എന്ന് പറഞ്ഞ ബിസിനസ് മാൻ, പിന്നെ കവി തന്നെയാണ്. പ്രശാസക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സന്യാസി തന്നെയാണ്. കിസാൻ, ഫാർമേഴ്സ്. എല്ലാവരുടെയും എഴുത്തുകൾ, രചനകൾ നമ്മളിൽ തന്നെ നമ്മളിൽ തന്നെ ഒരു അനുസന്ധാൻ കാ വിഷയ ഹെ, പറഞ്ഞാൽ ഒരു അന്വേഷണത്തിനുള്ളൊരു സബ്ജക്റ്റാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ മേലെ പറഞ്ഞ ഈ ആൾക്കാരുടെ എല്ലാം എഴുത്തുകളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അതാണ് പറയുന്നത്. പറഞ്ഞാൽ ആ കാലത്തെ ജീവിതത്തിനെ പറ്റിയിട്ടും നടന്ന സംഭവങ്ങളും അങ്ങനെ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് പറയുന്നത്. अगर आज जैसे संचार साधन होते तो पंडित नेहरू अपनी पुत्री इंदिरा गांधी को फ़ोन करते, पर तब पिता के पत्र पुत्री के नाम नहीं लिखे जाते जो देश के करोड़ों लोगों को प्रेरणा देते हैं. എന്താ പറയുന്നത്, അഗർ ആജ് ജैसे संचार साधन होते तो, ഇന്നത്തെ പോലത്തുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് പണ്ടും എങ്കിൽ എന്തായിരിക്കും, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് ഫോൺ ചെയ്യായിരുന്നു, അപ്പോൾ ലെറ്റർ എഴുതില്ലായിരുന്നു. അപ്പം എന്താണ്, അപ്പോൾ പിതാക്കെ പത്ര പുത്രിക്ക് നാം, അങ്ങനെ ഒരു ബുക്കുണ്ട്, ഫാദേഴ്സ് ലെറ്റർ ടു ഹിസ് ഡോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ജവഹർലാൽ നെഹ്റു ദൂരെയുള്ള സമയത്ത് ഇന്ദിരാഗാന്ധി 10-11 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് ലെറ്ററുകൾ എഴുതുമായിരുന്നു മകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം ലെറ്ററിൽ കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ലെറ്ററുകളെല്ലാം വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള വളരെ നല്ല ലെറ്ററുകളാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഒരു ബുക്കുണ്ട്. ആ ബുക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അന്ന് കാലത്ത് ഫോണായിരുന്നു എങ്കിൽ ഇതുപോലൊരു ബുക്കൊന്നും ഇന്ന് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആ ബുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രേരണ കിട്ടിയിട്ടും ഉള്ള കത്തുകളാണ് അത്. കത്തുകൾ പറഞ്ഞാൽ അത് ആ കത്തുകളെ പിന്നീട് ബുക്കാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് പറയുന്നത്. नहीं लिखे जाते तो देश के करोड़ों लोगों को प्रेरणा देते हैं. അപ്പോൾ അഥവാ അങ്ങനെ ഒരു ബുക്കില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് ഈ രാജ്യത്തിലെ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർക്ക് എങ്ങനെ ആ പ്രേരണ കിട്ടും, ആ ലെറ്ററുകൾ ഇല്ലാന്നിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്.
ഈ ബുക്ക് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്നുള്ളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിലും അത് വായിക്കണം, നല്ല ബുക്കാണ്. അത് ടോട്ടലി ലെറ്റേഴ്സിൽ അയച്ചിരിക്കുന്ന ലെറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പിന്നെ എഴുതിയിരിക്കുന്ന ബുക്കാണ്. കാര്യം എന്താ വെച്ചാൽ പിന്നെ ഇന്ദിരാഗാന്ധി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ചിലപ്പോൾ ജയിലിൽ നിന്ന് എഴുതിയിരിക്കുന്നത്, ചിലപ്പോൾ പിന്നെ അലഹാബാദിൽ നിന്ന് എഴുതിയിരിക്കുന്നത്, ഇന്ദിരാഗാന്ധി മസൂരി എന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടം ലെറ്റേഴ്സാണ്. ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്ന, മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സകലതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ സ്റ്റാർട്ടിങ് എർത്ത് എങ്ങനെ ഉണ്ടായി, പിന്നെന്താണ് ലിവിങ് തിങ്സ്, അനിമൽസ്, പിന്നെ ഏർലി മാനിനെ കുറിച്ചിട്ട്, പിന്നെ പൊളിറ്റിക്സിൻ്റെയും പല കാര്യങ്ങൾ വരുന്നുണ്ട്, സിവിലൈസേഷൻ, പിന്നെ ഇന്ത്യയെ പറ്റിയിട്ട്, ഇന്ത്യയുടെ ഓരോ കാര്യങ്ങളും, ഇന്ത്യയുടെ പല കാര്യങ്ങളും ലൈക്ക് ഇന്ത്യയിലെ ഫെസ്റ്റിവൽസ്, പിന്നെ ടെമ്പിൾസ്, പ്രൈസ് ടേക്കിങ്സ്, അങ്ങനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതൊരു പിന്നെ നിങ്ങൾക്ക് ആൻ ഫ്രാങ്കിൻ്റെ ബുക്കും അറിയായിരിക്കുമല്ലോ. ആൻ ഫ്രാങ്ക് ഒരു കുട്ടി, ചെറിയ കുട്ടി, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് കുട്ടിയുടെ ഇരുന്ന് എഴുതിയ ലെറ്റേഴ്സ്, അപ്പോൾ അതും ഒരു ബുക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നത് ലെറ്റേഴ്സിൻ്റെ അത്രയും മഹത്വം ഉണ്ടെന്നാണ് എല്ലാം കൂടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഇവിടെ പറയുന്ന കാര്യം. पत्रों को तो आप सहेज कर रख लेते हैं, पर SMS സന്ദേശവും को आप जल्दी ही भूल जाते हैं. അപ്പോൾ പറയണത് ലെറ്റേഴ്സ് നമ്മൾ സൂക്ഷിച്ച് വെക്കും, പക്ഷേ SMS മെസ്സേജുകളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല, അത് വായിക്കും, നമ്മൾ മറക്കും. അതാണ് പറയണത്. ലെറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയണത് ഇവിടെ. കിത്തനെ സന്ദേശവും കോ ആപ്പ് സഹേജ് കർ രഖ് സക്തി. എത്ര മെസ്സേജുകളാന്ന് വെച്ചിട്ടാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റുക അല്ലേ. തമാം മഹാൻ ഹസ്തിയോं की तो सबसे बड़ी यादगार या धरोहर उनके द्वारा लिखे गए പത്ര ഹി ഹെ. അപ്പോൾ തമാം എല്ലാ മഹാനായിട്ടുള്ള വ്യക്തികൾ, എന്ന് പറഞ്ഞാൽ മഹാനായിട്ടുള്ള വലിയ ആൾക്കാരുടെ ഏറ്റവും വലിയ യാദ്ഗാർ, ഓർമ്മ, അല്ലെന്നുണ്ടെങ്കിൽ ധരോഹർ. ധരോഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി, ഹെറിറ്റേജ് എന്നൊക്കെ പറയില്ലേ, അതെന്താണ്, അവരാൽ എഴുതപ്പെട്ട കത്തുകൾ തന്നെയാണ്, ലെറ്റേഴ്സ് തന്നെയാണ്. ഭാരത് മേ ഇസ് ശ്രേണി മേ രാഷ്ട്രപിത മഹാത്മാഗാന്ധി കോ സബ്സെ ആകെ രഖാ ജാ സക്താ ഹെ. ഇങ്ങനെ നമ്മൾ വരുന്ന സമയത്ത്, ഇങ്ങനെ മഹാന്മാരായ ആൾക്കാരുടെ ലെറ്ററുകൾ എന്ന് പറയുന്ന സമയത്ത് ആ കാറ്റഗറിയിൽ നമ്മൾക്ക് ഏറ്റവും ഫസ്റ്റ് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് നമ്മൾ മഹാത്മാഗാന്ധി. दुनिया के तमाम संग्रहालय जानी मानी हस्तियों के पत्रों का अनूठा संकलन भी है. അപ്പോൾ എന്താ പറയുക, ദുനിയാക്ക് തമാം സംഗ്രഹാലയം, സംഗ്രഹാലയം എന്ന് പറഞ്ഞാൽ മ്യൂസിയം കേട്ടോ. അപ്പോൾ എല്ലാ മ്യൂസിയത്തിലും, ലോകത്തിലെ എല്ലാ മ്യൂസിയങ്ങളും ജാനിമാനി ഹസ്തിയോക്ക് പത്രോങ്ക അനൂട്ട സങ്കലൻ, പിന്നെ അങ്ങനത്തെ ഉള്ള സ്ഥലത്ത് മ്യൂസിയത്തിൽ ഇതേപോലെ അറിയപ്പെടുന്ന മഹാനായിട്ടുള്ള വലിയ വലിയ ആൾക്കാരുടെ കത്തുകളുടെ കളക്ഷൻ ഉണ്ടെന്നാണ് പറയണത്. അനൂട്ട എന്ന് പറഞ്ഞു യൂണിക്കായിട്ടുള്ള, സങ്കലൻ എന്ന് പറഞ്ഞാൽ കളക്ഷൻ കേട്ടോ. ഇക്കട്ട, ഹിന്ദിയിൽ ഇക്കട്ട അല്ലെങ്കിൽ ഏകത്രിത് എന്നൊക്കെ പറയാം, സങ്കലൻ ഉണ്ട്. तमाम पत्र देश काल और समाज को जानने समझने का असली पैमाना है. എന്താ പറയുന്നത്, എല്ലാ ലെറ്റേഴ്സും നമ്മളുടെ രാജ്യത്തിനെയും കാലത്തിനെയും, കാലം പറഞ്ഞ സമയം ഉദ്ദേശിക്കുന്നത്, സമാജത്തിനെയും നമ്മളുടെ സമൂഹത്തിനെയും ജാന്നെ സമജ്നേക്ക, അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു അസ്ലി, ഒരു ശരിയായിട്ടുള്ള പൈമാനാഹെ പറഞ്ഞാൽ ഒരു മെഷറാണത്, ഒരു മെഷർമെൻ്റാണത്. പൈമാന എന്ന് പറഞ്ഞാൽ അതിന് മെഷർമെൻറ്റ്, അല്ലെങ്കിൽ ഹിന്ദിയിൽ മാപ്പൻ, മാപ്പക്, ഒരു സ്കെയിൽ ആണെന്ന് പറയാം. കാരണം എന്താണ്, നമുക്ക് അത് ഏത് സമയത്ത് എഴുതിയ ലെറ്ററാന്ന് വെച്ചാൽ നമ്മൾക്ക് ആ കാലത്തുള്ള സമാജം എങ്ങനെയാണ്, ആ സമയത്തുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, അപ്പോഴുള്ള ജീവിതങ്ങളെല്ലാം നമുക്ക് അതിന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. भारत में आज़ादी के पहले महासंग्राम के दिनों में जो कुछ अंग्रेज़ अफसरों ने अपने परिवार जनों को पत्र में लिखे, वे आगे चलकर बहुत महत्व की पुस्तक तक बन गए. ഭാരതത്തിൽ ആസാദിക്ക് പെഹലെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുമ്പ്, ഇൻഡിപെൻഡൻ്റ് ആവണതിൻ്റെ മുമ്പ്, മഹാസംഗ്രാമിക്ക് ദിനോമേ, മഹാസംഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്റിൽ ഫീൽഡ് കേട്ടോ. അപ്പോൾ ആ ഫ്രീഡം ഫൈറ്റൊക്കെ നടക്കുന്ന സമയത്ത് ജോ കുച്ച് അംഗ്രേസ് അഫ്സറോനെ, അംഗ്രേസ് അഫ്സറോ ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാർ, പിന്നെ ഓഫീസേഴ്സ്, അവരുടെ ഫാമിലിയിലേക്ക് അയച്ചിരിക്കുന്ന കത്തുകൾ, പത്രമേ ലിഖെ, എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ അതെല്ലാം
വേ ആകർ മുന്നോട്ട് പോകെ എന്തായി ബഹുത് മഹത്വ കി പുസ്തക് തക് ബൻ ഗए അതെല്ലാം കൂടി അത് കുറേ പുസ്തകങ്ങളായി മാറി, അതെല്ലാം പുസ്തകത്തിൻ്റെ രൂപത്തിലായി മാറി എന്നാണ് പറയുന്നത്. इन पत्रों ने साबित किया कि यह संग्राम कितनी ज़मीनी मजबूती लिए हुए थे. അപ്പോൾ ഈ ലെറ്റേഴ്സ് എല്ലാം നമുക്ക് എന്താ പ്രൂവ് ചെയ്തിരിക്കുന്നത്, ഈ ലെറ്റേഴ്സ് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, സാബിത് കിയാ ഹെ പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഈ യുദ്ധങ്ങൾ, ഈ സ്ട്രഗിൾ, സംഗ്രാം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രഗിൾ അല്ല, എത്രത്തോളം ജമീനി മസ്ബൂത്തി ലിയെ ഹുए है, എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം സ്ട്രെങ്ത് ആണ് ഇതിനൊക്കെ. ജമീനി മസ്ബൂത്തി പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയില്ല, അതിന് പറഞ്ഞാൽ വേരോടെ എത്ര സ്ട്രെങ്ത് ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാത്മാഗാന്ധി കെ പാസ് ദുനിയ ഭർ സെ തമാം പത്ര കേവൽ മഹാത്മാഗാന്ധി ഇന്ത്യ ലിഖേ ആത്തെ थे. അപ്പോൾ എന്താ പറയുന്നത്, മഹാത്മാഗാന്ധിക്കുള്ള ലെറ്റേഴ്സ് എല്ലാം എങ്ങനെയാണ്, മഹാത്മാഗാന്ധി ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടാവും, ഇത്രേ ഉള്ളൂ. പക്ഷേങ്കിൽ അതിവിടെ ഇന്ത്യയിൽ മഹാത്മാഗാന്ധി എവിടെയാണെങ്കിലും മഹാത്മാഗാന്ധിയുടെ കയ്യിൽ കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. और वे जहाँ भी रहते थे वहाँ तक पहुँच जाते थे. അവർ മഹാത്മാഗാന്ധി എവിടെയാണെന്നുണ്ടെങ്കിലും അവിടെ എത്തിച്ചേരുമായിരുന്നു ആ ലെറ്റർ. മഹാത്മാഗാന്ധി ഇന്ത്യ എന്ന് മാത്രം എഴുതിയാൽ മതിയായിരുന്നു. ആന്തോളൻ की कई अन्य दिग्गज हस्तियों के साथ भी ऐसा ही था. മഹാത്മാഗാന്ധി ഒരു എക്സാമ്പിൾ, പക്ഷെ അത് മാത്രമല്ല, അതുപോലെ ആ സമയത്തുള്ള ഫ്രീഡം ഫൈറ്റേഴ്സും അറിയപ്പെടുന്ന കുറേ ആൾക്കാരുടെയും എല്ലാവരുടെയും കഥ അത് തന്നെയായിരുന്നു. അവരുടെ പേരെഴുതി, കൺട്രിയുടെ പേര് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദിഗ്ഗജ് എന്ന് പറഞ്ഞാൽ വലിയ മഹാന്മാരായ ആൾക്കാർ, ദിഗ്ഗജ് ഹസ്തിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മഹാന്മാരായ ആൾക്കാർ, എല്ലാവരുടെ കഥയും ഇങ്ങനെ തന്നെയായിരുന്നു. അവരുടെ കയ്യിൽ അവരുടെ കത്തുകൾ എത്തിപ്പെടുമായിരുന്നു ആ സമയത്ത് എന്നാണ് പറയുന്നത്. गांधी जी के पास देश दुनिया से बड़ी संख्या में पत्र पहुंचते थे, पर पत्रों का जवाब देने के मामले में उनका कोई जोड़ नहीं था. അപ്പോൾ ഗാന്ധിജിയുടെ അടുത്ത് ദേശ് ദുനിയാസെ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വേറെ പല രാജ്യങ്ങളിൽ നിന്നും ബഡി സംഖ്യാമി കുറേ കത്തുകൾ, പത്ര പഹുസ്തേ, കുറേ കത്തുകൾ കിട്ടുമായിരുന്നു, എത്തുമായിരുന്നു. पर या പത്രോं का जवाब देने का मामले में उनका कोई जोड़ नहीं था. എന്നാൽ എന്താണ്, ആ ലെറ്റേഴ്സിൻ്റെ എല്ലാം റിപ്ലൈ കൊടുക്കാൻ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ പകരം വെക്കാൻ വേറെ ആരുമില്ല എന്നാണ് പറയുന്നത്. ഉൻകാ കൊയ് ജോഡ് നെഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം വെക്കാൻ, അതിൻ്റെ പകരം വെക്കാൻ വേറെ ആരുമില്ല. അതിൻ്റെ അർത്ഥം എല്ലാം സ്വന്തം തന്നെ കറക്റ്റായിട്ട് അതിനെല്ലാം റിപ്ലൈ കൊടുക്കുമായിരുന്നു എന്നതിൻ്റെ അർത്ഥം. कहा जाता है कि जैसे ही उन्हें पत्र मिलता था उसी समय वे उसका जवाब भी लिख देते थे. എന്താ പറയുന്നത് വെച്ചാൽ, ആ ലെറ്റർ കിട്ടുന്ന ഉടനെ തന്നെ അവർക്കതിൻ്റെ റിപ്ലൈയും അയക്കുമായിരുന്നു, എഴുതുമായിരുന്നു എന്നാണ് പറഞ്ഞത്. अपने हाथों से ही ज़्यादातर पत्रों का जवाब देते थे. സ്വന്തം കൈകൾ കൊണ്ട് തന്നെ എഴുതിയിട്ടായിരുന്നു മിക്കവാറും റിപ്ലൈ അയക്കാറുള്ളത്. जब लिखते लिखते उनका दाहिना हाथ दर्द करने लगता था तो वे बाएं हाथ से लिखने में जुट जाते थे. എന്താ പറയുന്നത്, എഴുതി ദാഹിന ഹാത്ത്, വലത് കൈ വേദനിക്കാൻ തുടങ്ങുന്ന സമയത്ത് വേ ബായ് ഹാത്ത് സെ ലിഖ്നെ മേ ജുട്ട് ജാത്തെ थे. അപ്പോൾ ഇടത് കൈ കൊണ്ട് എഴുതാൻ തുടങ്ങുമായിരുന്നു. महात्मा ही नहीं, आंदोलन के तमाम नायकों के പത്ര ഗാവ് ഗാവ് മേ മിൽ ജാത്തെ ഹെ. അപ്പോൾ മഹാത്മാഗാന്ധി മാത്രമല്ല, അതുപോലുള്ള തമാം നായക്കോ, ആ സമയത്തുള്ള ആ കാലഘട്ടത്തിലുള്ള ഫ്രീഡം ഫൈറ്റേഴ്സും അതുപോലെ മഹാത്മാവായിട്ടുള്ള കുറച്ച് മഹാനായിട്ടുള്ള കുറേ വ്യക്തികളുടെ ഉള്ള ലെറ്റേഴ്സ് ഗാവ് ഗാവ് മേ മിൽ ജാത്തെ ഹെ, ഏത് ഗ്രാമങ്ങളിലായാലും കിട്ടുമായിരുന്നു. പത്ര ഭേജനെ വാലെ ലോഗ് ഉൻ പത്രോं को किसी प्रशस्ति पत्र से कम नहीं मानते हैं. അപ്പോൾ ഈ ലെറ്റർ അയക്കുന്ന ആൾക്കാർ, ഭേജനെ വാലെ ലോഗ് ഉൻ പത്രോं का, ആ ലെറ്റേഴ്സിനേക്കാ പ്രശസ്തി പത്രം പറഞ്ഞാൽ ഒരു അവാർഡായിട്ടോ ഒരു സർട്ടിഫിക്കറ്റ് എന്നൊക്കെ ഇല്ലേ, അതിനാണ് പ്രശസ്തി പത്രം പറയുക. അതുപോലെ അതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രശസ്തി പത്രത്തെ കം നഹി മാനത്തെ പറഞ്ഞാൽ അതിനെക്കാട്ടിലും കുറവായിട്ടല്ല കാണുക, അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ആയിരുന്നു അവർക്കത്. और कई लोगों ने तो उन पत्रों को फ्रेम करा कर रख लिया है. കുറേ ആൾക്കാർ എന്താ ചെയ്യുക, ഈ ലെറ്ററുകളെല്ലാം ഫ്രെയിം ചെയ്ത് വെക്കുമായിരുന്നു. യഹ ഹേ പത്രോं का जादू. ഇതൊക്കെയാണ് ലെറ്റേഴ്സിൻ്റെ മാജിക്. യഹി നഹി, ഇത് മാത്രമല്ല, പത്രോं के आधार पर ही कई भाषाओं में जाने कितनी किताबें लिखी जा चुकी है. ഇത് മാത്രമല്ല, പത്രോं के आधार पर, ലെറ്റേഴ്സിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ലെറ്റേഴ്സിൻ്റെ ബേസിസിൽ എത്ര കൈ ഭാഷാവുമേ, കുറേ ഭാഷകളിൽ എത്രയോ ബുക്കുകളും എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻ ഫ്രാങ്കിൻ്റെയൊക്കെ ആ കുട്ടി എഴുതിയിരിക്കുന്നത് പിന്നെ ജർമ്മനി അല്ല ഡച്ച് ഏതോ ലാംഗ്വേജിലൊക്കെയാണ്. പക്ഷേ എന്നാലും അതിനെ ഇംഗ്ലീഷിലും പല ലാംഗ്വേജുകളിലും അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ബുക്കുകളും ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിനെ ഇംഗ്ലീഷിലും പിന്നെ മറ്റ് പല ലാംഗ്വേജുകളിലും ബുക്കുകളാക്കി മാറ്റിയിട്ടുണ്ട്. പണ്ടത്തെ ലെറ്ററുകളൊക്കെ കുറേ അതാ പറയുന്നത്. വാസ്തവമേ പത്ര കിസി ദസ്താവേജ് സെ കം നഹി ഹെ. വാസ്തവത്തിൽ എന്താണ് പത്ര കിസി ദസ്താവേജ് സെ കം നഹി. ദസ്താവേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പ്രമാൺ പത്രം എഴുതിയിട്ടുണ്ട് അവിടെ. പ്രമാൺ പത്രം എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് കേട്ടോ. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ ലെറ്റേഴ്സ് ചില ആൾക്കാർക്ക് എന്താണ് അതൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് പോലെയാണ് അവരതിനെ ട്രീറ്റ് ചെയ്യുക. पंत के 200 पत्र बच्चन के नाम और निराला के पत्र हमको लिखे है कहा तथा पत्रों के आईने में दयानंद सरस्वती समेत कई पुस्तकें आपको मिल जाएगी. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ഈ പന്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് റൈറ്ററാണ്. സുമിത്രാനന്ദൻ പന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുമിത്രാനന്ദൻ പന്ത് 200 പത്ര ബച്ചൻ കെ നാം. അപ്പോൾ 200 ലെറ്റർ ബച്ചൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹരിവംശറായ് ബച്ചൻ കേട്ടോ. അപ്പോൾ ആ കവി ഹരിവംശറായ് ബച്ചന് 200 ലെറ്ററുകൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓർ നിരാല കെ പത്ര ഹംകോ ലിഖ്യോ ഹേ. നിരാല അതും ഒരു റൈറ്ററാണ്. അവരുടെ പത്രങ്ങളുണ്ട്. പിന്നെ കഹാ തഥാ പത്രോं के आईने में दयानंद सरस्वती समेत कई पुस्तकें आपको मिल जाएगी. ദയാനന്ദ സരസ്വതിയുടെ ലെറ്ററുകളും അവർക്ക് എഴുതിയിട്ടുള്ളതും അല്ലെങ്കിൽ അവർ വേറെ ആർക്കെങ്കിലും എഴുതിയിട്ടുള്ളതും അങ്ങനെ ആയിട്ടുള്ള പല ലെറ്ററിലും ബേസ് ചെയ്തിട്ട് പുസ്തകങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. कहा जाता है कि प्रेमचंद खास तौर पर नए लेखकों को बहुत प्रेरक जवाब देते थे. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ പ്രേംചന്ദ് വളരെ ഫേമസ് ആയിട്ടുള്ള ഹിന്ദി റൈറ്ററാണ്. അപ്പോൾ പ്രേംചന്ദ് സ്പെഷ്യലായിട്ട് ഈ പുതിയ ജനറേഷനിലുള്ള റൈറ്റേഴ്സിൻ്റെ ലെറ്റർ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര എൻകറേജിങ് ആയിട്ടുള്ള റിപ്ലൈ അയക്കുമായിരുന്നു. എന്താ പറയുന്നത് പ്രേരക് എന്ന് പറഞ്ഞാൽ പ്രേരണ ഇൻസ്പിറേഷൻ കേട്ടോ. അപ്പോൾ പ്രേംചന്ദ് പുതിയ ജനറേഷനിലുള്ള റൈറ്റേഴ്സിന് ഒരുപാട് എൻകറേജ് ചെയ്ത് റിപ്ലൈ കൊടുക്കുമായിരുന്നു. തഥാ പത്രോं के जवाब में वे बहुत मुस्तैद रहते थे. പിന്നെന്താണ് ആ റിപ്ലൈ കൊടുക്കുന്നതിൽ എന്താണ് മുസ്തൈദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തത്പർ എന്ന് മീനിങ് ഉണ്ട് അവിടെ. അതിൻ്റെ അർത്ഥം റെഡി, റിപ്ലൈ കൊടുക്കാൻ റെഡിയായി ഇരിക്കുമായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രേരക് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷണൽ എന്നും പറയാം കേട്ടോ. ഹിന്ദിയിൽ പറയുന്നുണ്ടെങ്കിൽ പ്രേരിത് കർണേവാല, മോട്ടിവേഷണൽ, എൻകറേജിങ് എല്ലാം പറയാം. इसी प्रकार नेहरू और गांधी के लिखे गए रवींद्रनाथ टैगोर के पत्र भी बहुत प्रेरक है. അതുപോലെ തന്നെ നെഹ്റു ഗാന്ധിജിയും എഴുതിയ നെഹ്റു और गांधी जी के लिखे गए രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ലെറ്റേഴ്സും എന്താണ് ഒരുപാട് ഇതുപോലെ തന്നെ പ്രേരകാജനക് ഹെ എന്ന് പറയാം. പ്രേരിത് കർണേവാല ഹെ അതിൻ്റെ അടുത്ത് മോട്ടിവേഷണൽ ആയിട്ടുള്ളത് തന്നെയാണ്. महात्मा और कवि के नाम से महात्मा गांधी और रवींद्रनाथ टैगोर के बीच सन 1915 से 1941 के बीच के पत्राचार का संग्रह प्रकाशित हुआ है. അപ്പോൾ മഹാത്മാ ഓർ കവി എന്ന പേരിൽ മഹാത്മാഗാന്ധിയുടെയും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും കൂടിയുള്ള പറഞ്ഞ 1915ൻ്റെയും 1941ൻ്റെയും ഇടയിലുള്ള ലെറ്റേഴ്സ് എല്ലാം കൂടി ഒരു കളക്ഷനാക്കിയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രകാശിത് ഹുവാ ഹൈ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജിസ്മേ ബഹുത് സെ നയേ തഥ്യോं और उनकी मनोदशा का लेखा जोखा मिलता है. അതിൽ എന്തൊക്കെയാണ് ആ ലെറ്ററുകളിൽ ആ ബുക്കുകളിൽ എന്ന് വെച്ചാൽ നയേ തഥ്യവും പുതിയ ഫാക്റ്റുകൾ, തഥ്യം എന്ന് പറഞ്ഞാൽ ഫാക്റ്റ്, വാസ്തവങ്ങൾ, പുതിയ ഫാക്റ്റും പിന്നെ ഉൻകി മനോദശാക്ക ലേഖാജോക്ക പറഞ്ഞാൽ അവരുടെ മനോദശ തന്നെയാണ് മനസ്സിൻ്റെ സ്ഥിതി, അതിൻ്റെ ലേഖാജോക്ക പറഞ്ഞാൽ അതിൻ്റെ ഒരു പിക്ചർ, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പിക്ചർ, ഒരു എക്സാക്റ്റ് അതിൻ്റെ ഒരു രൂപവും നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്നാണ് പറയുന്നത്. പത്ര വ്യവഹാർ की परंपरा भारत में बहुत पुरानी है. ഈ ലെറ്റർ എഴുതുന്ന കാര്യം, ഈ പരമ്പര ഭാരതത്തിൽ വളരെ പഴയതാണ്. पर इसका असली विकास आज़ादी के बाद ही हुआ है. പക്ഷേ എന്നാൽ എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള വികാസം, അതിൻ്റെ പുരോഗതി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം, നമ്മുടെ ഫ്രീഡം കിട്ടിയതിന് ശേഷമാണ് അത് ആയിരിക്കുന്നത്.
വികസിച്ചിരിക്കുന്നത്, കുറെ കൂടി നന്നായിട്ട് പുരോഗതി പ്രാപിച്ചിരിക്കുന്നത്. തമാം സർക്കാരി വിഭാഗോं की तुलना में सबसे ज़्यादा गुडविल डाक विभाग की ही है. എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുക്കുന്ന സമയത്ത് അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സബ്സെ ജ്യാദ ഗുഡ്വിൽ ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഗുഡ്വിൽ ഏതിനായിരുന്നു? അന്നത്തെ കാലത്ത് ഡാക് വിഭാഗ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ആയിരുന്നു. इसकी एक ख़ास वजह यह भी है कि यह लोगों को जोड़ने का काम करता है. ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണം ഇതും ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ ലോകോ ജോഡ്നെ കാ കാം കർത്താ ഹെ, ഇത് ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള പണിയാണ് ചെയ്യുന്നത്. ഒന്നിക്കാൻ, ബന്ധിപ്പിക്കാൻ, ജോഡ്നെ കാ എന്ന് പറഞ്ഞാൽ ഘർ ഘർ തക് ഇസ്കി പഹുഞ്ചെ, ഓരോ വീടുകൾ വരെ ഇതിൻ്റെ റീച്ച് ഉണ്ട്, ഇത് എത്തിപ്പെടും. संचार के तमाम उन्नत साधनों के बाद भी चिट्ठी पत्री की हैसियत बरकरार है. കമ്മ്യൂണിക്കേഷനുള്ള ഭയങ്കര എന്താ പറയുക, വളരെ ഉന്നതമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടായിട്ട് കൂടി, സാധനമൊക്കെ ബാദ് ബി, അതുണ്ടായിട്ട് കൂടി ചിട്ടി പത്രിക്ക് ഹൈസിയത്ത് ബർക്കറാർ ഹെ, എന്നാലും ഇപ്പോഴും ലെറ്ററിൻ്റെ എല്ലാം കാര്യങ്ങൾ അതേപോലെ തന്നെയാണ്. ഹൈസിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ്സ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, ദർജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റസ്, അതിൻ്റെ സ്ഥിതി ബർക്കറാർ ഹെ, അതേപോലെ തന്നെയാണ്. ബർക്കറാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ദൃഢമായിട്ട് തന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ്. शहरी इलाकों में आलीशान हवेलियाँ हो या फिर झोपड़पट्टियों में रह रहे लोग. ഷഹരി ഇലാക്കോമേ പറഞ്ഞാൽ സിറ്റി ഏരിയയിൽ, സിറ്റിയിൽ ആലിഷാൻ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഹവേലിയ, വലിയ വലിയ ബംഗ്ലോസ് ഉണ്ടാവില്ലേ, അതാ പറയണത്. അതാണെങ്കിലും യാ ഫിർ ഝോപ്പഡ്പട്ടിയോമേ രഹ രഹേ ലോഗ്, അല്ലെങ്കിൽ കുടിലുകളിൽ, ഝോപ്പഡ് എന്ന് പറഞ്ഞാൽ ഝോപ്പടി എന്ന് പറഞ്ഞാൽ ഹട്ട്, കുടിലുകളിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ദുർഗം ജംഗലോ സെ ഗിരെ ഗാവ് ഹോ, ദുർഗം ജംഗൽ ഭയങ്കര ദുർഗമമായിട്ടുള്ള പറഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റാത്ത കാടുകളിൽ ഉള്ളിൽ ഉള്ള വില്ലേജുകളിലുള്ള ആൾക്കാരാണെങ്കിലും या फिर बर्फ़बारी के बीच जी रहे पहाड़ों के लोग, പറഞ്ഞാൽ ഒരുപാട് ഐസൊക്കെ കൊണ്ട് നിറഞ്ഞ ഹില്ലി ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിലും സമുദ്രത്തട്ട് പർ രഹേ മച്ചുവാരെ ഹോ, സമുദ്രത്തിൻ്റെ തീരത്തുള്ള മച്ചുവാരെ എന്ന് പറഞ്ഞാൽ ഫിഷർമാൻ, മീൻപിടുത്തക്കാരാണെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ ഈ ഏത് കാറ്റഗറി ആണെങ്കിലും യാ ഫിർ റേഗിസ്ഥാൻ കി ടാണിയോ മേ രഹേ ലോഗ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റേഗിസ്ഥാൻ എന്താണ്? ഡെസേർട്ടിലുള്ള മരുസ്ഥലം എന്നും പറയാം. അപ്പോൾ ആ മരുഭൂമിയിലുള്ള ടാണിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കച്ചെ, മീനിങ് കൊടുത്തിട്ടുണ്ട്, കച്ചെ മക്കാനോ കി ബസ്തി ജോ ഗാവ് സെ ദൂർ ഹെ. അത് പറഞ്ഞാൽ കച്ചെ മക്കാൻ അറിയാമല്ലോ, കച്ച മക്കാൻ, പക്ക മക്കാൻ അറിയാമല്ലോ, മണ്ണ് കൊണ്ടൊക്കെ ഉള്ള വീടുകൾ, അത് മുഴുവനും അങ്ങനെയുള്ള വീടുകളിൽ ഉള്ള ബസ്തി എന്ന് പറഞ്ഞാൽ ഒരു കോളനി, അത് ഈ വില്ലേജിൽ നിന്ന് പിന്നെയും കുറേ ദൂരെ കിടക്കുന്ന സ്ഥലങ്ങളാണത്. അങ്ങനെയുള്ള സ്ഥലത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആജ് ബി ഖത്തോं का ही सबसे अधिक बेसब्री से इंतज़ार होता है. അപ്പോൾ ഈ പറയണ ഏത് സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ലെറ്ററിൻ്റെ നമ്മൾ ക്ഷമയില്ലാതെ, അക്ഷമയോടെ കാത്തിരിക്കും എന്നാണ്, പ്രതീക്ഷിക്കും എന്നാണ്. एक दो नहीं, करोड़ों लोग खतों और अन्य सेवाओं के लिए रोज़ भारतीय डाकघरों के दरवाज़ों तक पहुँचते हैं. ഒന്നോ രണ്ടോ ഒന്നുമല്ല, കറോടോ ലോഗ്, കോടിക്കണക്കിന് ആൾക്കാർ ഖത്തോ ഓർ അന്യ സേവാവോ കെ ലിയെ, ലെറ്റർ അല്ലാന്നുണ്ടെങ്കിൽ അതല്ലാതെ വേറെ വല്ല കാര്യങ്ങളുടെ ആയിട്ട് പോസ്റ്റ് ഓഫീസിൽ ഡാക്ഘറോं के दरवाजे में, പോസ്റ്റ് ഓഫീസിൻ്റെ വാതിലിൽ, അതിൻ്റെ അർത്ഥം പോസ്റ്റ് ഓഫീസിൽ എത്താറുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ലെറ്റർ അല്ലാന്നുണ്ടെങ്കിലും അതിന് നമുക്ക് ഫോണൊക്കെ ഉണ്ട്, സംസാരിക്കാം. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് രജിസ്റ്റേർഡ് പോസ്റ്റും അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള വല്ല ഡോക്യുമെൻറ്റ്സൊക്കെ കിട്ടാനും അയക്കാനും എല്ലാം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ തന്നെയാണ് അയക്കണത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓർ ഇസ്കി ബഹു ആയാമി ഭൂമിക നസർ ആ രഹി ഹെ. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു ബഹു ആയാമി പറഞ്ഞാൽ ഒരു മൾട്ടി ഡയമെൻഷണൽ, ആയാമി എന്ന് പറഞ്ഞാൽ ഡയമെൻഷണൽ, അതിൻ്റെ അർത്ഥം ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ കൂടിയിട്ടില്ല, ഒരു റോള്, നസർ ആ രഹി ഹെ, അങ്ങനൊരു റോളാണ് ഇവിടെ കാണുന്നത് എന്നാണ് പറയുന്നത്.
दूर देहात में लाखों गरीबों घरों में ചൂലി മണി ഓർഡർ അർത്ഥവ്യവസ്ഥ സേ ഹി ജലത്തെ ഹേ. അപ്പോൾ ഭയങ്കര ദൂരെ വില്ലേജിൽ നിന്ന് പിന്നെയും ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലും ഉള്ള ലാക്കും ഗരീബും ഘർമി ലക്ഷക്കണക്കിന് ഭയങ്കര ദരിദ്രരായിട്ടുള്ള വീടുകളിൽ ചൂല് എന്ന് പറഞ്ഞാൽ അടുപ്പ് കത്തുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ അവർ ആഹാരം ഉണ്ടാക്കുന്നത്, അതാണ് അവർ ജീവിക്കുന്നത്. മണി ഓർഡർ അർത്ഥവ്യവസ്ഥ സേ ഹി ജലത്തെ ഹേ. അപ്പോൾ മണി ഓർഡർ മൂലമാണ് അവിടെ ഇപ്പോഴും പൈസകളെല്ലാം എത്താറുള്ളത് എന്നാണ്. മണി ഓർഡർ എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ഫോം ഉണ്ടാവും, നമ്മളത് പൂരിപ്പിച്ച് പോസ്റ്റ് ഓഫീസിൽ പൈസയും കൊടുത്താൽ നമ്മൾ ഏത് അഡ്രസ്സിലേക്കാണ് വെച്ചാൽ അവിടേക്ക് ആ പൈസ കിട്ടും. അതാണ്. അല്ലാണ്ട് ഇപ്പോഴത്തെ പോലെ നമ്മൾ ഈ ഓൺലൈൻ ട്രാൻസ്ഫറും ഒന്നും അല്ലാതെ. गांवों या गरीब बस्तियों में चिट्ठी या मनी ऑर्डर लेकर पहुंचने वाला डाकिया देवदूत के रूप में देखा जाता है. ഗാവിൽ ഗ്രാമങ്ങളിലും ഗരീബ് ബസ്തിയോമേ വളരെ പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന കോളനികളിലും, ബസ്തി എന്ന് പറഞ്ഞാൽ കോളനികളിലും ചിട്ടി മണി ഓർഡർ, ഈ ലെറ്ററോ അല്ലെങ്കിൽ മണി ഓർഡറൊക്കെ കിട്ടുന്നത് പറഞ്ഞാൽ അത് എത്തിക്കുന്ന ഡാക്കിയ പോസ്റ്റ്മാനെ ആൾക്കാരെന്താണ് ഒരു ദേവദൂതനെ പോലെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.